നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീജിത്ത് പണിക്കർ, രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചകളും അല്ലാതെ സമൂഹ മാധ്യമങ്ങളും ഒക്കെ തരം നിരന്തരം ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഇവരുടെ നിരീക്ഷണമൊക്കെ തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന അനവധി ജനങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും ഇവരുടെ നിലപാട് ഒന്നാണെങ്കിലും ഇവർ പറയുന്ന രീതി, ഇവരുടെ ഒരു ഡെലിവറിംഗ് സ്കിൽ ഒക്കെ തന്നെ രണ്ടും രണ്ട് നിലയിലാണ്. രാഹുൽ ഈശ്വർ കൂടുതൽ അഗ്രസീവും കൂടുതൽ ഓപ്പൺ മൈൻഡും ആണെങ്കിൽ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്നത് വളരെ മിതത്തിൽ, വളരെ മയപ്പെടുത്തി എന്നാൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ്. ഇപ്പോഴിതാ രാഹുൽ ഈശ്വർ ഇത് വരുത്തി വെച്ച വയ്യാവേലിയാണ്, അല്ലെങ്കിൽ ഇരന്നു വാങ്ങിയതാണ് എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ ഇവർ രണ്ടുപേരും ഇതേ വിഷയങ്ങളിൽ ഒരുമിച്ച് അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുമുണ്ട്. എന്നാലും ശ്രീജിത്ത് പണിക്കറിന്റെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. രാഹുൽ ഈശ്വർ സ്വയം വരുത്തിവെച്ച കേസും അറസ്റ്റുമാണ് ഇപ്പോൾ ഉണ്ടായത്. മാങ്കൂട്ടത്തിൽ കേസിൽ അദ്ദേഹം പറയുന്നത് മര്യാദകേടാണ് എന്ന് 3 ചർച്ചകളിലെങ്കിലും ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടും തിരുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഞാനും കൂടി പങ്കെടുത്ത 24 ന്യൂസ് ചാനലിൽ താൻ പറയുന്ന വാക്കുകൾ തെറ്റെങ്കിൽ തന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആളാണ് ഈ രാഹുൽ ഈശ്വർ. അരുതാത്തത് പറയരുത് എന്നും മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാൻ പരാതിക്കാരിയെ അപമാനിക്കേണ്ടതില്ല എന്നും ആ ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചിരുന്നു. എന്നിട്ടും അവരെ അപമാനിക്കുന്ന വാക്കുകൾ ആവർത്തിച്ചപ്പോൾ അവതാരകനോട് ഇത് അനുവദിക്കരുത് എന്ന് ഞാൻ അപേക്ഷിച്ചു. രാഹുൽ ഈശ്വർ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് അവതാരകൻ അദ്ദേഹത്തിന്റെ അവസരം നിഷേധിക്കുകയും ചെയ്തു. ജാമ്യാപേക്ഷ പുറത്തു വന്നപ്പോൾ രാഹുൽ ഈശ്വർ തലേ ദിവസം 24 ന്യൂസിൽ പറഞ്ഞ ന്യായങ്ങളെല്ലാം പൊളിഞ്ഞെന്ന് അടുത്ത ന്യൂസ് 18 ചർച്ചയിൽ അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്നതിനൊപ്പം പരാതിക്കാരിയെ അപമാനിക്കാനും അദ്ദേഹം ശ്രമിച്ചു. പിന്നീട് അത് അദ്ദേഹം നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. മാങ്കൂട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ലാത്ത വിചിത്രവാദങ്ങൾ രാഹുൽ ഈശ്വറിന് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. വിവാഹ സ്റ്റാറ്റസ് മറച്ചുവെച്ച് പരാതിക്കാരി മാങ്കൂട്ടത്തിലിനെ ചതിച്ചെന്നൊക്കെയുള്ള വാദം ജാമ്യാപേക്ഷ പുറത്തു വന്നപ്പോൾ പൊളിഞ്ഞെന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയിലും പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് രാഹുലിന്റെ പിന്നീടുള്ള ഇടപെടലുകൾ ഉണ്ടായതും ഇപ്പോൾ അറസ്റ്റിൽ കലാശിച്ചതും. തിരുത്താൻ അവസരം ആവോളം ലഭിച്ചിട്ടും പരാതിക്കാരിയുടെ സ്വകാര്യതയെ മാനിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചതിന് ഒരു ന്യായീകരണവുമില്ല. ന്യൂസ് 18 ചർച്ചയിൽ അവതാരകൻ എന്നോട് ചോദിച്ചിരുന്നു, രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റുകൾക്ക് കിട്ടുന്ന വലിയ സ്വീകാര്യതയുടെ കാരണം എന്താണെന്ന്. ഞാൻ പറഞ്ഞ മറുപടി ആവർത്തിക്കുന്നു. മാന്യമായ എന്ത് വസ്ത്രം ധരിക്കാനും വ്യക്തികൾക്ക് നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരു സിനിമാ നടിയെ ഒരു ബിസിനസ്സുകാരൻ അവഹേളിച്ചപ്പോൾ ആ നടിക്കൊപ്പം നിൽക്കുന്നതിന് പകരം ആ ബിസിനസ്സുകാരനൊപ്പം നിൽക്കാനും ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ ആ നടിയെ നിരന്തരം ഓഡിറ്റ് ചെയ്യാനും ശ്രമിച്ച രാഹുൽ ഈശ്വറിനെ ന്യായീകരിക്കാൻ അന്നും സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ആ സ്വീകാര്യതയ്ക്ക് ഒരർത്ഥം മാത്രമേ ഉള്ളൂ. ഭരണഘടനയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും അറിയാത്ത വിഡ്ഢികൾ ഇന്നാട്ടിൽ ധാരാളം ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒപ്പം ഈ രാഹുൽ ഈശ്വറിനെ കുറിച്ചും പറയുന്നത്. ഇനി അതിന്റെ ചില കമന്റുകൾ കൂടി നമുക്ക് വായിക്കാം. ശ്രീജിത്ത് പണിക്കരുടെ ഈ ഒരു പോസ്റ്റിന്റെ നേരെ താഴെ വരുന്ന കമന്റുകളാണ്. രാഹുൽ സാറിന് അത്യാവശ്യം പണവും പബ്ലിസിറ്റിയും വേണം, അല്ലാതെ തന്ത്രിപ്പണി ഒന്നും അറിയില്ല. സ്വർണം കക്കാൻ അറിയില്ലേലും കടത്തുന്നവർ മൂലം വല്ലതും കിട്ടിയാൽ മതി എന്ന സാറിന്റെ ഇതിനൊക്കെ കാരണം ഭരണഘടന തന്നെയാണ്. ഇതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ഇവിടെ മറുപക്ഷം സത്യം പറയാനുള്ള ആളും വേണം. അവർ വിവാഹിതയാണ് എന്ന് ലോകത്തോട് പറയുന്നത് രാഹുൽ ഈശ്വർ ആണ്. അത് ഏറ്റവും ശക്തമായ പോയിന്റാണ്. അവർക്ക് എന്ത് ധാർമ്മികതയാണ് ഉള്ളത്? എന്താണ് അവരുടെ ആവശ്യം? രാഹുൽ മാങ്കൂട്ടത്തിലിനെ 6 വർഷം ജയിലിൽ കിടത്തണോ, അതോ രാഹുൽ ഇവരെ കല്യാണം കഴിക്കണോ? എന്താണ് പരാതിക്കാരിയുടെ മോട്ടീവ്? രാഹുൽ ഈശ്വർ നടത്തിയത് ധർമ്മ യുദ്ധമാണ്. അത് ഒരു രാഷ്ട്രീയക്കാരനോ മാധ്യമക്കാരനോ ചെയ്യില്ല. അവർക്ക് വേണ്ടത് വിവാദമാണ്. ഉമ്മൻചാണ്ടിയുടെ CD എടുക്കാൻ OBV വാനുമായി പോയ പാപ്പരാസികളാണ് കേരളത്തിലെ മാധ്യമ അലവലാദികൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വാക്കാണ്. രാഹുൽ ഈശ്വർ ഒരിക്കലും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. ഇക്കാര്യം അദ്ദേഹം എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അയാൾ ഒരു അഡ്വക്കേറ്റിന്റെ കൂടിയാണ്. അതിലുപരി നല്ല ധാർമ്മിക ബോധമുള്ള അറിവുള്ള മനുഷ്യനാണ്. ഈ പ്രശ്നത്തിൽ രാഹുലും പങ്കാളി വനിതയും ഒരേപോലെ തെറ്റുകാരാണ്. രണ്ടുപേർക്കും ഒരേ ശിക്ഷ ലഭിക്കണം. അവരുടെ പരാതിയിൽ പറയുന്ന എന്താണ് സത്യം? എല്ലാം നുണകളാണ്. അവരുടെ പങ്ക് ഒട്ടും ചെറുതല്ല. രാഹുൽ ഈശ്വർ പറഞ്ഞ വാദങ്ങൾ ആണ് കോടതി അംഗീകരിക്കാൻ പോകുന്നത്.
CPM-ഉം മുഴുവൻ മാധ്യമങ്ങളും ഒരു പക്ഷത്ത് നിൽക്കുമ്പോഴും സത്യം പറയാൻ കാണിക്കുന്ന ധീരത ക്ഷത്രിയ സംസ്കാരമാണ്. അത് അഭിനന്ദിക്കപ്പെടണം. രാഹുൽ ഈശ്വറിനും സന്ദീപ് വാര്യർക്കും അഭിവാദ്യങ്ങൾ എന്നാണ് പറയുന്നത്. അതിന് രാഹുൽ ഈ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഒരു കമന്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞതൊന്നും അല്ലല്ലോ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിലുള്ളത്, ഭർത്താവിന്റെ കാര്യങ്ങൾ നേരെ തന്നെ അറിയാമായിരുന്നു എന്നല്ലേ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു കാര്യം തന്നെയാണ്. കാരണം രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വിവാഹിതയായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ജാമ്യാപേക്ഷ വന്നപ്പോൾ ആ വാദം തെറ്റാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് രാഹുൽ ഈശ്വറിനോട് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനോട് ഒഴിഞ്ഞ് തെളിഞ്ഞു പോകുന്ന രാഹുൽ ഈശ്വറിനെയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ശ്രീജിത്ത് പണിക്കർ വ്യക്തമായ നിലപാട് എടുത്തിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചില ശരികൾ ഉണ്ടായിരിക്കും, പക്ഷെ ആ ശരികൾ പറയാനായി പരാതിക്കാരിയെ പൂർണ്ണമായി വലിച്ചേറി പിച്ച് ചീന്തുന്ന അവസ്ഥയിലേക്ക് എത്തേണ്ട ആവശ്യം ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറും ശ്രീജിത്ത് പണിക്കറിന്റെയും ചർച്ചകൾ നടക്കുന്നുണ്ട്.